മഞ്ജു വാര്യരെ ആക്രമിക്കുന്നവർ അതിൽ നിന്ന് നേടുന്ന സന്തോഷമെന്താണ്? ഇവിടെ ഒരഭിപ്രായം പറയാനും സ്വാതന്ത്ര്യമില്ലേ? കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നു. അവർ നടത്തുന്നതിനെല്ലാം കണ്ണും പൂട്ടി പങ്കെടുക്കണം. ഇല്ലെങ്കിൽ മന്ത്രി മുതൽ ലോക്കൽ സെക്രട്ടറി വരെ തെറി പറയും. വനിതാ മതിലിനെ പലരും വിളിക്കുന്നത് വർഗീയ മതിലെന്നാണ്. എന്ത് നവോത്ഥാനം ലക്ഷ്യമിട്ടാണ് ഇത് നടത്തുന്നത് എന്ന് നടത്തുന്നവർക്ക് തന്നെ അറിയില്ല. കേരളത്തിന്റെ ശക്തി ജാതിമത ചിന്തകൾക്കതീതമായി വെള്ളപ്പൊക്ക ദുരന്തം വന്നപ്പോൾ ലോകത്തിന് കാണിച്ചു കൊടുത്തവരാണ് നമ്മൾ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമൊന്നായ ആ മുഹൂർത്തം കഴിഞ്ഞ് അതിന്റെ പേരിലായിരുന്നു ശക്തമായ മനുഷ്യമതിൽ തീർക്കുന്നതെങ്കിൽ അത് ലോകത്തിന് മറ്റൊരു കാഴ്ചകൂടിയാകുമായിരുന്നു. പാർട്ടിയെ ഭരിച്ച് പരിചയമുള്ള ഒരാൾ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ജനതയെ ഭരിക്കുമ്പോൾ ഇത്തരം വീഴ്ചകൾ നിരവധിയുണ്ടാകും. കാരണം ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കുന്നവന്റെ താളത്തിനനുസരിച്ച് തുള്ളുമ്പോൾ അത് ജനം തള്ളും. എന്നും സേവനരംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന മഞ്ജു വാര്യരെ വനിതാ മതിലിലേക്ക് ക്ഷണിച്ചു. അവർ പറഞ്ഞു, ഞാൻ കേരളത്തിന്റെ സ്വന്തമാണ്, അതുകൊണ്ട് ഒരു കൊടിയുടെ നിറത്തിന് കീഴിൽ ചുരുണ്ടുകൂടാൻ എനിക്കാവില്ലെന്ന്. ജി സുധാകരൻ മന്ത്രിയും ബാലൻ മന്ത്രിയും എന്തിനും പോന്ന എം മണി മന്ത്രിയും അതാ വാളെടുത്തിരിക്കുന്നു. അവർക്ക് ചരിത്രബോധമില്ലെന്ന്. ഇതെല്ലാം ഇവർക്ക് മാത്രമല്ലേയുള്ളൂ. കൂടാതെ സൈബർ ആക്രമണവും. ഹിന്ദുവിനെ ഇല്ലാതാക്കുന്ന ഒന്നല്ല കേരളത്തിൽ വേണ്ടത്. ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും ഒന്നാക്കുന്ന മതിൽ പണിയൂ. ആരെയും നിങ്ങൾ വിളിക്കണ്ട. ഒരു സർക്കാർ സംവിധാനവും ദുരുപയോഗം ചെയ്യണ്ട. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ നിർബന്ധിക്കേണ്ട. എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം ഓടിയെത്തും. ഫിലിം കാട്ട്. ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു. 5 ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ്. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി.